മക്കൾക്കൊരു പ്രചോദനം. ഗുഡ് ആരെങ്കിലും ആഫ്റ്റർനൂൺ. ഒക്കെ മാറി മാറി ചെയ്യുവാണെ പിന്നെ ഞാൻ അനങ്ങാതങ്ങ് മാറിയെന്നെ. പക്ഷെ അതല്ല, ചിലപ്പോ അങ്ങ് ആരും മിണ്ടില്ല, ചിലപ്പോഴൊക്കെ വേഗവാ. ഉം. മനുഷ്യന്റെ വന്നിട്ടുണ്ട്. ഉം. മിസ് വന്നോന്ന് തോന്നുന്നു. ആ വന്നിട്ടുണ്ട്. ഉം. Afternoon. Good afternoon. Good afternoon. Good afternoon. PDF ആണല്ലോ. Yes, miss. Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon. Afternoon. നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്ററില് ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നു മോക്ക് ടെസ്റ്റിന്റെ സൈക്കോളജിയിലെ? ഇല്ലല്ലോ. ഇല്ല. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ കിട്ടിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സില് യൂണിറ്റ് 6 അല്ലേ എടുത്തത് സൈക്കോളജി? Yes, Miss. ഇവിടെ ആരാണ് പ്രെയർ ആരാണ്? ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. വല്ലവരും ഉണ്ടോ? Okay. Dear God, we thank you for bringing us together to learn and grow. Bless our teachers with wisdom and patience as they guide us. Grant us clarity of mind, focus, and perseverance in our studies. Help us to support one another and work with integrity. May we use the knowledge we gain to serve others and make a positive difference in the world. Amen. ഡോക്ടറുണ്ടോ? തോട്ട് ഓഫ് ദി ഡേ ഉണ്ടോ?
എല്ലാരും എടുക്കൂ ഇത് എന്നില്ലല്ലോ ക്ലാസ്സില്. Miss, ഞാൻ പറയാം thought of the day. You may never know what results come to your actions, but if you do nothing, there will be no results. Mahatma Gandhi. യെസ്. ഇത്രയും പേരെ ക്ലാസ്സിൽ കയറാറുണ്ടോ? എത്ര പേരുണ്ടവരുണ്ട്? എത്ര പേര് ക്ലാസ്സിൽ കയറാറുണ്ട്? ആദ്യമൊക്കെ 40 ഒക്കെ ഉണ്ടായിരുന്നു. ഏ? പിന്നെ ആദ്യമൊക്കെ 40 ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു കുട്ടികള് ഭയങ്കരമായിട്ട് കുറവാ. 22 പേരുള്ളോ ടോട്ടല് നിങ്ങളാകെ? 22 അല്ല, 20 പേര്. Okay. Yes. Unit 3, socio-emotional development. Socio-emotional development. നമ്മൾ ആദ്യം നോക്കുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണ്, വൈകാരിക വികസനം. സാമൂഹ്യ വൈകാരിക വികസനം എന്ന ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം നോക്കുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണ്. എന്താണ് ഇമോഷൻ എന്താണ്? What is emotion? ഇതിൽ പറയുന്നുണ്ടോ നിങ്ങള്? കേൾക്കാനിട്ടാണോ? ഇമോഷണൽ വികാരപരമായതോ? Emotions are especially severe during early childhood. This is a time of disequilibrium when children are not on focus in the scene that they are simply aroused to the emotional eruptions. The severe emotionality in childhood is identified by temper, tantrums, intense fear, and unreasonable outbursts of jealousy. എന്താണ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചൈൽഡ്ഹുഡ് തുടങ്ങി എന്താണ് ഇമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കര വികാരപരിതമായിരിക്കും അല്ലെ, ഒരു പൊട്ടിത്തെറി ആയിരിക്കുള്ളൂ മൊത്തത്തിലെ കുട്ടികളിലെ ഒരു ഇമോഷൻസ് കടന്നു പോകുന്നത്. പലതരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും കുട്ടികളില് വൈകാരികമായിട്ടുള്ള പ്രവണതയിലായിരിക്കും അത് കാഴ്ചവെക്കുന്നത്. അതൊരു അവരുടെ ഇമോഷൻ എന്ന് വെച്ചാൽ ഡിസിക്ലിബ്രിയത്തിലാണ്, അത് അസന്തുലിതമാണ്. സന്തുലിതമല്ല, ഇക്ലിബ്രിയത്തിൽ എല്ലാവരുടെ ഇമോഷൻസ് ഡിസിക്ലിബ്രിയത്തിലായിരിക്കും അത് കടന്നു പോകുന്നത് അല്ലെ, അസന്തുലിതമായിരിക്കില്ല. ഒരു ഇമോഷനിൽ തന്നെ ആയിരിക്കില്ല കുട്ടി ഉണ്ടായിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കില്ല. കുഞ്ഞ് കരയും, വാശി പിടിക്കും അല്ലെ, ദേഷ്യപ്പെടും, പല രീതിയിലുള്ള ഒരു ഇമോഷൻസ് അവന്റെ മൈൻഡിൽ കൂടി അവന്റെ ആ ഒരു ജീവിത ശൈലിയിൽ അത് കടന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവന്റെ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത്. അത് അസന്തുലിതമാണ്. വികാരങ്ങൾ ഒരിക്കലും എന്താണ് സന്തുലിതമായിട്ടായിരിക്കില്ല ചൈൽഡ്ഹുഡ് പീരീഡില്, ഡിസിക്ലിബ്രിയത്തിലായിരിക്കും അത് പോകുന്നത്. പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ, ഇമോഷണൽ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു കുട്ടികൾ. Several emotionality in childhood identified by ഏതൊക്കെ തരത്തിലുള്ള ഇമോഷനാണ് അവർക്ക് കടന്നു പോകുന്നത്? ഫസ്റ്റ് വരുന്നതാണ് ടെമ്പർ ടാൻട്രംസ്. ടെമ്പർ മീൻസ് എന്താ? ടെമ്പർ ദേഷ്യം അല്ലെ. ടെമ്പർ എന്താണ്? ദേഷ്യം.
ടാൻട്രം എന്താ? ടാൻട്രംസ്. ടെമ്പർ ടാൻട്രംസ് എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഇന്റൻസ് ഫിയർ. ഇന്റൻസ് ഫിയർ എന്താണ്? ഭയാണോ? അതിതീവ്രമായിട്ടുള്ള ഭയം. ഇന്റൻസ് ഫിയർ എന്താണ്? തീവ്രമായിട്ടുള്ള ഭയം. Then unreasonable outbursts of jealousy. Unreasonable outbursts of jealousy. എന്താണ്? അസൂയ യുക്തിരഹമായ പൊട്ടിത്തെറി. അസൂയ യുക്തിരഹമായ പൊട്ടിത്തെറി എന്ന് വെച്ചാൽ എന്താണ്? അൺറീസണബിൾ ആണ് അല്ലെ? ഒരു റീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. കുട്ടികൾക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. അത് ജലസിയിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാരണമില്ലാതെ തന്നെ എന്താണ് അവരില് ഇമോഷൻസ് കടന്നു പോകാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്താണ് പൊട്ടിത്തെറിക്കാറുണ്ട്. ഇത്തരം പ്രധാനമായും ഈ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ ഈ ഒരു ഇമോഷൻസ് ആയിരിക്കും കുട്ടികളിൽ ഉണ്ടായിരിക്കുക. അതെന്തായിരിക്കും? ടെമ്പർ ടാൻട്രംസ് ഉണ്ടായിരിക്കും അല്ലെ? അമിതമായിട്ടുള്ള ദേഷ്യവും പൊട്ടിത്തെറിക്കുക. ഇന്റൻസ് ഫിയർ എന്താണ്? തീവ്രമായി ഭയപ്പെടുക. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെടാം. ഭയങ്കരമായിട്ട് എന്താണ് റീസൺ ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികളുടെ വൈകാരിക പ്രകടനങ്ങൾ കാഴ്ചവെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കുട്ടികളിലെ വികാരങ്ങൾ ഒരിക്കലും സന്തുലിതമായിട്ടല്ല, ഇക്വിലിബ്രിയത്തിലല്ല പോകുന്നത്. മറിച്ച് എന്താണ് ഡിസിക്വിലിബ്രിയത്തിലാണ് കുട്ടികളിലെ വികാരങ്ങള് ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു വികാസനം നടക്കുന്നത്. The following are the chief characteristics of emotions during preschool years. ഇനി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു കുട്ടിയുടെ പ്രീ സ്കൂൾ ഇയേഴ്സിൽ, എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ്, എന്തൊക്കെ വൈകാരിക സവിശേഷതകളാണ് ഒരു പ്രീ സ്കൂൾ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക? പ്രധാനമായും ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ്, 5 സവിശേഷതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്നേനത്തിൽ എന്താണെന്ന് നോക്കി. ഒന്നാമത്തേതൊന്നും വായിച്ചേ. വായിക്കൂ. During early childhood, emotions appear more regularly and more severely. Emotions are expressed in relation to concrete object. Emotions are temporary. The child shifts his emotions very quickly. Emotions expressions in early childhood are severe irrespective of the intensity of the stimulus. Children fail to hide their emotions but express them indirectly through various activities like as crying, nail biting, thumb sucking, and speech difficulties. Okay, very good. അപ്പൊ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. എന്താണ്? കുട്ടിക്കാലത്തെ വികാരങ്ങൾ കൂടുതലും എങ്ങനെയുള്ളതായിരിക്കും? സ്ഥിരമായിട്ടും അതുപോലെ തന്നെ എന്താണ് കഠിനവുമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ആ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിലെ കുട്ടികളുടെ ഇമോഷൻസ്, വികാരങ്ങള് ഏത് അപ്പിയറൻസിലാണ്? റെഗുലർലി, സ്ഥിരമായിട്ടായിരിക്കും അല്ലെ? അവർക്ക് എപ്പോഴും സ്ഥിരമായുള്ള വികാരങ്ങളും ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അത് സിവിയർലി ആയിരിക്കും. എന്താണ് കൂടുതലും കഠിനമായിട്ടായിരിക്കും അവരുടെ ഇമോഷൻസ് പ്രത്യക്ഷപ്പെടുന്നത്, സ്വഭാവത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ എന്താണ്? ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. എങ്ങനെയുള്ള വികാരങ്ങളാണ്? റെഗുലർലി ആൻഡ് ഇമോഷൻസ് അപ്പിയർ ഏത് തരത്തിലാണ്? റെഗുലർലി ആൻഡ് മോർ സിവിയർലി. സെക്കൻഡ് വൺ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ഇമോഷൻസ് കുട്ടികൾ എവിടെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്നാണ്. മൂർത്തമായ വസ്തുക്കൾ. എന്താണ് മൂർത്തമായ വസ്തുക്കള്? ചൈൽഡ്ഹുഡ് പീരീഡില് കുട്ടികളെ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ്? കുട്ടികള് പാവേനെയൊക്കെ എടുത്ത് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ ടോയ്സ് ഒക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികള്
പാവയെ എടുത്തിട്ട് അതിനോട് സംസാരിക്കും അല്ലെ, അതിനെ സ്നേഹിക്കും, ഉമ്മ വയ്ക്കും, മുട്ട് തുടിപ്പിക്കും, കുട്ടിയിടുന്ന ഡ്രസ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കും. ദെൻ അതേ സമയം തന്നെ എന്താണ്, ആൾക്ക് ദേഷ്യം കയറുന്ന സമയത്ത് എന്താണ് ഇമോഷൻ അപ്പൊ മാറി എന്താണ് ആ പാവേനെ എടുത്ത് വലിച്ചെറിയുകയും ചെയ്യും അല്ലെ. അതിനെ ചിലപ്പോൾ പിച്ചി മാന്തി കളയുന്നു, മൊത്തത്തിൽ അത് നശിപ്പിച്ച് കളയുന്ന പ്രവണതയും കാണിക്കുന്നു. പ്രവണതയല്ല, അത് ഇമോഷൻ ആണ് അല്ലെ. രണ്ട് തരത്തിലുള്ള ഇമോഷൻസ് ഓരോ ഒബ്ജക്ട്സിൽ അത് കാണിക്കുന്നു. ഒന്ന് സ്നേഹമായിട്ട് അതിനോട് പെരുമാറുന്നു, അതിനോട് സംസാരിക്കുന്നു, കൂടെ കൊണ്ടു നടക്കുന്നു, കിടത്തി ഉറക്കുന്നു അല്ലെ. കുട്ടികൾ അങ്ങനെയാണ്. അതേ സമയം തന്നെ ഒരു കുഞ്ഞിന്റെ ദേഷ്യം കയറിയ സമയത്താണെങ്കിൽ എന്താണ് ആ പാവേനെ എടുത്ത് വലിച്ചെറിയുന്നോ എന്താണ് ഉപദ്രവിക്കുകയോ ചെയ്യും. ഓക്കെ, നമ്മള് കണ്ടിട്ടില്ലേ, നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയല്ലേ? യെസ് മിസ്. അപ്പൊ അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇതേപോലെ മൂർത്തമായിട്ടുള്ള വസ്തുക്കളെയാണ്, കോൺക്രീറ്റീവ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഒബ്ജക്ട്സിലാണ് കുട്ടികളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് അവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. തേർഡ് വൺ എന്താണ്, ഇമോഷൻസ് ആർ ടെമ്പററി. Child shares his emotions very quickly. Emotions are temporary എന്ന് പറഞ്ഞാൽ എന്താണ്, വികാരങ്ങള് താൽക്കാലികമാണ് അല്ലെ. ഇമോഷൻസ് ടെമ്പററി ആണ്, എപ്പോ വേണമെങ്കിലും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. The child shifts his emotions very quickly. കുഞ്ഞിന് ഇത്രയും പെട്ടെന്ന് തന്നെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്, ഇപ്പോ വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുന്നിലേക്ക് നമ്മൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ കിട്ടുവാണെങ്കിൽ എന്താണ് അപ്പൊ തന്നെ എന്താണ് അവൻ പെട്ടെന്ന് അവന്റെ ഇമോഷൻ ചേഞ്ച് ചെയ്ത് ഭയങ്കര ഹാപ്പി ആവും അല്ലെ. ഐസ്ക്രീം കാണുമ്പോൾ തന്നെ എന്താണ് കുഞ്ഞ് വളരെയധികം ഹാപ്പി ആവും. ദെൻ നന്നായി കളിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ വഴക്ക് പറയോ ചീത്ത പറയോ അപ്പൊ തന്നെ എന്താണ് കുഞ്ഞ് ഒന്ന് ചെറുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയാൽ മതി അല്ലെ. ഒന്ന് പേടിപ്പിച്ച് നോക്കുക അല്ലെങ്കിൽ ശബ്ദം കനപ്പിച്ചൊന്ന് സംസാരിക്കുകയോ ചെയ്താൽ എന്താണ് അപ്പൊ തന്നെ കുഞ്ഞ് ചിലപ്പോ മിന്നിപ്പൊട്ടാനോ കരയാനോ ഒക്കെ തുടങ്ങും അല്ലെ. ചിലപ്പോ ദേഷ്യപ്പെടാനും വരും. അപ്പൊ എന്താണ് അവർക്ക് ഇമോഷൻസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയും. അപ്പൊ തന്നെ നമ്മളൊരു മിഠായിയോ ചോക്ലേറ്റോ കുഞ്ഞിന് കൊടുത്ത് അപ്പൊ തന്നെ അവൻ ഹാപ്പിയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടിക്കോ കൊഞ്ചിക്കോ ഉമ്മയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ എന്താണ് കുഞ്ഞ് അപ്പൊ തന്നെ ഹാപ്പി ആവും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഇമോഷൻസ് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകില്ല. ഇതിന് ടെമ്പററി ആണ് അല്ലെ, താൽക്കാലികമായിട്ട് മാത്രം കുറച്ച് സമയത്തേക്ക് മാത്രമേ അവർക്ക് ഇമോഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും വെരി ക്വിക്ലി അല്ലെ, പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് എന്താണ് ഇമോഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവരുടെ മറ്റൊരു സവിശേഷത. ഓക്കെ, emotional expressions in early childhood are severe irrespective of the intensity of the stimulus. Now, fourth point, emotional expressions in early childhood are severe irrespective of the intensity of the stimulus. കുട്ടിക്കാലത്തെ വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, കഠിനമായിരിക്കും എന്നാണ് പറയുന്നത്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ സ്റ്റിമുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി ലാംഗ്വേജ് അല്ലെ, അവന്റെ ബോഡി ആക്ഷൻസിലൂടെ തന്നെ നമ്മൾ എന്താണ് അവന്റെ ഇമോഷൻസ് ദേഷ്യം കയറി കഴിഞ്ഞാൽ ശരീരത്തിൽ ചിലപ്പോൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് ആ കുഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നേരെ കാണാൻ സാധിക്കും അല്ല. അവന്റെ ബോഡിയിലാണ് ആ സ്റ്റിമുലസ് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ദേഷ്യമുള്ള സമയത്താണെങ്കിലും എന്താണ് നമ്മൾക്ക് ആ കുഞ്ഞിനെ ആ ഒരു മൂഡ് ചേഞ്ച് അല്ലെ, ആ ഇമോഷൻസ് വൈകാരിക പ്രകടനങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് കുട്ടിക്കാലത്തെ വൈകാരിക പ്രകടനങ്ങൾ വളരെയധികം കഠിനമായിരിക്കും എന്നാണ് പറയുന്നത്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ചിലപ്പോ നന്നായി ഭയങ്കര സിവിയർ ആയിട്ട് ഭയങ്കര ഇന്റൻസിറ്റിയോടെ ഭയങ്കര കാഠിന്യത്തോടെ ആയിരിക്കും കുട്ടികൾ അവരുടെ ഇമോഷൻസ് വികാരങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നു. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, children fail to hide their emotions but express them indirectly through various activities like as crying, nail biting, thumb sucking and speech difficulties. ഇനി കുട്ടികളുടെ മറ്റൊരു സവിശേഷത വികാരങ്ങള് എന്താണ്, അവർക്കൊരിക്കലും
അതിനെ അടക്കി പിടിക്കാനായിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ ഒളിച്ചു പിടിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കില്ല. ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദിയർ ഇമോഷൻ, അങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നതിൽ കുട്ടികൾ പരാജയപ്പെടുന്നു. എങ്ങനെയാണ്? അവർക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ്ലി അവരുടെ ഫീലിങ്സ് എന്താണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഏത് തരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ, അല്ലെ? കുട്ടികൾക്ക് ഒരിക്കലും എന്താണ് അവരുടെ വികാരങ്ങൾ അടക്കി വെക്കാനായിട്ട് സാധിക്കില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇതിന്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ആക്ടിവിറ്റീസ് കുട്ടികൾ കാണിക്കും. എന്തൊക്കെയാണ് അത്? വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്രൈയിങ്, അല്ലെ? കുട്ടി കരയും, നെയിൽ ബൈറ്റിംഗ്, തംസൊക്കെ വിരൽ ചപ്പ, അല്ലെങ്കിൽ എന്താണ് സ്പീച്ച് ഡിഫിക്കൽട്ടീസ്. അത് ചില കുട്ടികളൊക്കെ നമ്മള് ചീത്ത പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വിഷമം വന്നിട്ട് ഇങ്ങനെ വിതുമ്പാന്ന് പറയില്ലേ, ഇപ്പൊ കരയാനും പറ്റില്ല എന്ന് ദേഷ്യവും സങ്കടവും ഉള്ള അവസ്ഥ. കുഞ്ഞിങ്ങനെ എന്താ പറയാ, കരഞ്ഞുകൊണ്ട് മുഴുവനായിട്ട് കുഞ്ഞിന് സംസാരിക്കാൻ പറ്റില്ല, ഡിഫിക്കൽട്ടീസ് കാണിക്കുന്നു. പക്ഷെ വിഷമിക്കുകയാണ് കുഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പതിയെ പതിയെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വോയിസ് പുറത്തിട്ട് സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അവൻ എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനൊരു സങ്കടം ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? കുട്ടികൾക്ക് അവരുടെ വികാരങ്ങൾ ഒരിക്കലും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ്ലി ആയിട്ട് നമുക്ക് അവരുടെ ചില ആക്ടിവിറ്റീസിൽ കൂടി എന്താണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവര് കരയും, ക്രൈയിങ്, നെയിൽ ബൈറ്റിംഗ്, തം സക്കിങ് ആൻഡ് സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, ഇത്തരം ആക്ടിവിറ്റീസിലൂടെ കുട്ടീനെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടിക്ക്, അല്ലെ, പ്രീ സ്കൂൾ ഇയേഴ്സുള്ള കുട്ടിക്ക് ഈ അവർക്ക് ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ 5 ഘട്ടത്തിലാണ്. 5 തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരുടെ ഇമോഷൻസിന് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? During early childhood, emotions appear more regularly and more severely. കുട്ടിക്കാലത്തെ വികാരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ സ്ഥിരവും കഠിനവുമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ഇമോഷൻസ് അവര് എക്സ്പ്രസ് ചെയ്യുന്നത് മൂർത്തമായിട്ടുള്ള വസ്തുക്കളിലായിരിക്കും, അല്ലെ? പാവയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തിങ്സിനോടായിരിക്കും കുട്ടികള് ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇമോഷൻസ് ആർ ടെമ്പററി. എന്താണ് ഇമോഷൻസ്? വികാരങ്ങള് താൽക്കാലികമാണ്. ചൈൽഡ് ഷിഫ്റ്റ് ഹിസ് ഇമോഷൻസ് വെരി ക്വിക്ലി. എന്താണ് കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട്, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവരുടെ മറ്റൊരു സവിശേഷത. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആർ സിവിയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ്. കുട്ടിക്കാലത്തെ വൈകാരിക പ്രകടനങ്ങൾ, ഏർലി ചൈൽഡ്ഹുഡിലെ ആ ഒരു വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയാണ്? വളരെയധികം കഠിനമായിട്ടായിരിക്കും പ്രകടനമാക്കുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദിയർ ഇമോഷൻസ്. അവര് ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതിൽ ഫെയിൽഡ് ആവുന്നു, പോവുകയാണ്, അല്ലെ? അവര് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ വികാരങ്ങൾ ഇമോഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിലൂടെ, സിവിയറായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രൈയിങ്, നെയിൽ ബൈറ്റിംഗ്, തം സക്കിങ് ആൻഡ് സ്പീച്ച് ഡിഫിക്കൽട്ടീസ്. ഓക്കെ, 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിലുള്ള കുട്ടികളുടെ ഇമോഷൻസിലൂടെ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്സേ.
The emotional tie between infant and mother is a critical factor in the social and emotional development of the growing child. എന്താണ് ഇമോഷണൽ ടൈ ബിറ്റ്വീൻ ഇൻഫാന്റ് ആൻഡ് മദർ അല്ലെ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഒരു ഇമോഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം, ആ ഒരു ബോണ്ടിങ്, അത് അമ്മയും കുഞ്ഞുമുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ ആ ഒരു വൈകാരിക വികസനത്തിന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണ് അല്ലെ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഒരു സാമൂഹ്യമായിട്ടും വൈകാരികമായിട്ടുള്ള വികസനത്തിന് എന്താണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു വികസനം അല്ലെങ്കിൽ ആ ഒരു ബന്ധം, ആ ഒരു ടൈപ്പ് എങ്ങനെയാണ്, അതൊരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണെന്നാണ് പറയുന്നത്. Children exhibit signs of fear, anxiety in the presence of a victim. അതൊന്ന് വായിച്ചു നോക്കിയേ. Children exhibit signs of fear and anxiety in the presence of strange persons, and the immediate reaction of children is seeking the security of their mother. This is called stranger anxiety. എന്താണ് stranger anxiety എന്ന് പറഞ്ഞാല്? കുട്ടികള് സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് ഏത് രീതിയിലാണ് അവിടെ ആ ഒരു സൈൻ കാണിക്കുന്നത്? സ്ട്രേഞ്ചറെ കാണുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? Fear and anxiety. ഫിയർ ആൻഡ് ആൻസൈറ്റി. ഗീത ഇല്ല ക്ലാസ്സിൽ നിന്ന്? ഗീത ആബ്സെന്റ് ആണോ? ഞാൻ ചോദിച്ചത് വേറെ ഒന്നല്ല, ഗീത ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും ഇങ്ങനെ എസ് ടീച്ചർ അങ്ങനെ പറയും. അതുകൊണ്ട് ചോദിച്ചതാ, കാണാത്തത് ചോദിച്ചതാണ്. ചിൽഡ്രൻ എക്സ്പീറ്റ് സൈൻസ് ഓഫ് ഫിയർ ആൻഡ് ആൻസൈറ്റി അല്ലെ, അവര് അമിതമായിട്ടുള്ള ഭയം, ആ ഒരു ആൻസൈറ്റി, ആ ഒരു ഉത്കണ്ഠയൊക്കെ എന്താണ് ആ ഒരു സ്ട്രേഞ്ച് പേഴ്സണെ കാണുന്ന സമയത്ത് കുട്ടികള് ആ ഒരു ഇമോഷൻസിലാണ് അവർ കടന്നു പോകുന്നത് അല്ലെ. പേടി, ഏറ്റവും കൂടുതൽ അവർ പേടിക്കാണ്. ഫിയർ എന്നൊരു ഇമോഷനാണ്, ഭയം എന്നൊരു ഇമോഷനാണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന പേഴ്സണെ കാണുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, അവന്റെ അമ്മയുടെ പ്രസൻസ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക്. അമ്മയാണ് കുഞ്ഞു ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പൊ ഇൻസെക്യൂരിറ്റി, അവനെ ഒരു തോന്നുവാണ് അമ്മ അടുത്തില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്ന സമയത്താണ് കുഞ്ഞിന് എന്തുണ്ടാവുന്നത്? സ്ട്രേഞ്ചർ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള പീപ്പിളെ കാണുന്ന സമയത്ത് അടുത്ത കുഞ്ഞിന് ആരും ഇല്ല എന്നൊരു സമയത്താണ് കുഞ്ഞ് ആ ഒരു ഇമോഷൻസിലൂടെ കുഞ്ഞ് കടന്നു പോകുന്നത്. ഓക്കെ, there is another source of anxiety that comes, which is known as separation anxiety. ഇനി മറ്റൊരു ആൻസൈറ്റി ആണ് എന്ത്? സെപ്പറേഷൻ ആൻസൈറ്റി. എന്തായിരിക്കും സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാല്? Children will cry and feel upset when they do not find their mother. Separation anxiety എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Children will cry and feel upset when they do not find their mother. അല്ലെ, അമ്മയെ കാണാനില്ലാത്ത സമയത്ത് കുഞ്ഞിന് എന്താണ് വളരെയധികം സെപ്പറേഷൻസ് തോന്നും. Preschoolers continue to rely on their mothers or caregiver for approval and attention. Preschoolers continue to rely on mother or caregiver for approval and attention. ഈ പ്രീ സ്കൂളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കെയർ ഗിവർ ഉണ്ടായിരിക്കും, അമ്മയായിരിക്കും നോക്കുന്നത്. അപ്പൊ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്തായിരിക്കും ചെയ്യുന്നത്?
കുട്ടികൾ എന്ത് ചെയ്യും? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡേ കെയറിലൊക്കെ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അംഗനവാടിയിലോ അല്ലെങ്കിൽ മറ്റു പ്രീ സ്കൂളിലൊക്കെ ആക്കുന്ന സമയത്ത് എന്താണ് ഇപ്പൊ പല കുട്ടികളുണ്ടായിരിക്കും അല്ലെ, പല കുട്ടികളുണ്ടായിരിക്കും, പല കെയർ ടേക്കേഴ്സ് ഉണ്ടായിരിക്കും, അവരെ നോക്കുമായിരിക്കും. അപ്പൊ കുഞ്ഞിനെ ഈ കുഞ്ഞ് നോക്കുന്ന സമയത്ത് എന്താണ് തന്റെ അമ്മയില്ല അവിടെ. അപ്പൊ കുഞ്ഞ് എന്താ തോന്നുന്നു, ഭയങ്കര സെപ്പറേഷൻ കുഞ്ഞിന് ഫീൽ ചെയ്യാണ്. കുഞ്ഞെന്താണ് ആളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലും ചിലപ്പോ എന്താണ് കരയും അല്ലെ, ആളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയോ മറ്റു നോക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും അല്ലെ, അവരത് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുഞ്ഞു കരയും. ഓക്കെ, അപ്പൊ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ഇമോഷനാണ്. ആ കുട്ടിയുടെ സെപ്പറേഷൻ ഫീലിംഗ് തോന്നുന്ന സമയത്ത് കുഞ്ഞിന് വരുന്ന ഒരു ഇമോഷനാണ് സെപ്പറേഷൻ ആൻസൈറ്റിയിലൂടെ കാണിക്കുന്നത്. അപ്പൊ കരയുന്ന സമയത്ത് എന്താണ് അപ്പൊ ഒരു അറ്റൻഷൻ കിട്ടും. അവര് പോയി ആരാണോ അവിടെ ഉള്ളത് അവര് പോയി എടുക്കും, കുഞ്ഞിനെ ഒന്ന് തലോടും അല്ലെങ്കിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പൊ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞങ്ങനെ കരയുന്നത്. ഓക്കെ, they exhibit their dependency by sticking to the person and crying when left with someone. This dependency behavior gradually decreases. അപ്പൊ കുട്ടികൾ ഈ കരയുന്ന ഒരു പ്രവണത പിന്നീട് അങ്ങോട്ട് എന്താണ് ഇൻക്രീസ് ചെയ്തായിരിക്കും, കൂടിയായിരിക്കും വരുന്നത്, ആണോ? അല്ല, കുറെ ഒരാളോട് എത്രത്തോളം അറ്റാച്ച്മെന്റ് ആകുന്നു അവരെ കാണുമ്പോൾ കുഞ്ഞിന്റെ കണക്കിൽ കുറഞ്ഞു വരാം. അവര് ഗ്രാജുവലി വലുതാവുന്ന സമയത്ത് എന്താണ് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരും, കുഞ്ഞ് മാറിക്കൊണ്ടിരിക്കുക. സോ ചിൽഡ്രൻ ഗ്രോ ഓൾഡർ, വലുതാവുന്ന സമയത്ത് എന്താണ് ആ ഇമോഷൻസ് ഇതൊക്കെ അവൻ എന്താണ് ബിഹേവിയർ ചേഞ്ചസ് വരുന്ന സമയത്ത് അവന്റെ ഇമോഷൻസ് ഒക്കെ മറിഞ്ഞു വരും. കോമൺ ഫിയർ എമംഗ് ചിൽഡ്രൻ ആർ ടുവേർഡ്സ് ലൗഡ് നോയ്സസ്. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, കുട്ടികളെന്നല്ല നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം എന്താണ് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടൊരു ഫിയർ ഉണ്ടായി അല്ലെ, കോമൺ ആയിട്ടൊരു പേടി ഉണ്ടായി. എന്തിനൊക്കെ ആയിരിക്കും? കോമൺ ഫിയേഴ്സ് എമംഗ് ചിൽഡ്രൻ ആർ ടുവേർഡ്സ് ലൗഡ് നോയ്സസ്. ചില കുട്ടികൾക്ക് എന്താണ് വളരെയധികം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഈ വിളിച്ചു പറഞ്ഞൊക്കെ പോകൂലേ ആ ലൗഡ് സ്പീക്കറില്, ഇപ്പൊ എന്തെങ്കിലും മരണം നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാഗുറേഷൻ ഒക്കെ പറ്റിയോ പാട്ടൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ അതിങ്ങനെ പോകുന്നത്. നമ്മുടെ സ്പീക്കറിൽ വിളിച്ചു പറഞ്ഞു പോകണമെന്ന് പറ്റില്ലേ നിങ്ങള്? ലൗഡ് നോയ്സസ് ഒക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അവര് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്താണ് ചിലപ്പോൾ വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വേഗം കയറി വാതിലടക്കോ അങ്ങനെ എന്തെങ്കിലും പേടിയാണ് കുട്ടികൾക്ക് ലൗഡ് നോയ്സസ്. അതുപോലെ തന്നെ എന്താണ് ചില കുട്ടികൾക്ക് ചില വാഹനങ്ങളുടെ ശബ്ദങ്ങൾ, ചില കുട്ടികൾക്ക് KSRTC ബസ് പേടിയാണെന്ന് എന്നോട് പാരന്റ് പറഞ്ഞാണ്. KSRTC ബസ് കുറച്ച് കേൾക്കുമ്പോഴും അത് വരുന്നത് കാണുമ്പോഴും ആ കുട്ടിന് പേടിയാണ്. എന്താണെന്ന് അറിയില്ല, കണ്ടിട്ടായിരിക്കാം. മിസ്സേ, ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ഈ പടക്കൊക്കെ പൊട്ടണതിന്റെ ഒച്ച കേൾക്കുമ്പോ പേടിച്ച് കരയുന്നത് അതൊരു തരം കോമൺ ഫിയർ ആണ്. അതിപ്പോ എല്ലാവർക്കും ഉണ്ട് അല്ലെ, നമ്മൾക്കുണ്ട്, എനിക്കുണ്ട്. ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും, നന്നായിട്ട് കരയും. ചിലവർ അങ്ങനെയാണ്, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ അങ്ങനെ ലൗഡ് നോയ്സസ് പേടിയുള്ള അത് കോമൺ ഫിയർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെന്താണ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ പേടിയുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലെ, ഇരുട്ട് പേടിയായിരിക്കാം. അത് കോമൺ ഫിയർ ആണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ് പേടിയുള്ള ഒരാളാണ്. ചെറുപ്പകാലം മുതൽ ഇതിപ്പോഴും ചിലരുടെ കോമൺ ഫിയേഴ്സ് ഒന്നും ഇപ്പോഴും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എനിക്ക് പണ്ട് മുതൽ നമ്മുടെ സിനിമാ തിയേറ്ററില്ലേ, തിയേറ്ററിന്റെ അകത്ത് ഡോർ തുറക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അതിന്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് ഫുള്ള് ഇരുട്ടായിരിക്കും അല്ലെ, അതിന്റെ അകത്തോട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ശ്വാസം മുട്ടുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും അത് ഇപ്പോഴും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇരുട്ട് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ രാത്രി പുറത്തിറങ്ങാനും പേടി. പക്ഷെ വണ്ടി ഓടിച്ചു പോകാനൊന്നും കുഴപ്പമില്ല, എങ്കിലും ഇരുട്ട് നമുക്ക് ഒരു കോമൺ ഫിയർ തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ എനിക്ക് തന്നെ പറയുവാണ്, ഭയങ്കര പേടിയാണത്. അത് കോമൺ ഫിയർ തന്നെയാണ്. അതെനിക്ക് പഠിപ്പിച്ചപ്പോഴും മനസ്സിലായി, ഞാനത് എന്റെ റിയലൈസ് ചെയ്ത കാര്യമാണ്. നമ്മൾക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പേടികൾ ഉണ്ടായിരിക്കാം. എനിക്ക് പാറ്റയെ പേടിയാണ്, കോക്രോച്ച് ഭയങ്കര പേടിയാണ്. അതൊന്നും പേടിയൊന്നുമില്ല. ആനിമൽസ്, ചിലവർക്ക് ആനിമൽസ്, പട്ടി, പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായിരിക്കും കുട്ടികൾക്ക്. സ്ട്രേഞ്ച് പേഴ്സൺസ്, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ തന്നെ നമുക്ക് പേടി ഉണ്ടായിരിക്കാം.
ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും, കരയും, അങ്ങനെ ചിലപ്പോൾ അവരൊന്നും ചെയ്യൊന്നുമില്ലായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ രൂപഭാവം ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഭയങ്കര ഹൈറ്റോ ഭയങ്കര തടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുന്നതാണ്. ചിലപ്പോൾ ഒന്ന് കൈ കൊണ്ടിട്ട് തൊട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് കുഞ്ഞുങ്ങൾ കരയും, പേടിച്ചിട്ട് കരയുന്നതാണ്. പ്ലേസ് ആൻഡ് ഒബ്ജക്ട്സ്. പ്ലേസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താണ് അങ്ങനെ ആരുമില്ലാത്തൊരു പ്ലേസസ്, അല്ലെങ്കിൽ വിജനമായി കിടക്കുന്ന കൊട്ടാരം അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഒരു പ്ലേസസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പേടിയായിരിക്കും. അവിടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരും നമ്മളെ പിന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ഭയം. അത് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് വികാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഈ പ്ലേസ് നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ ഒരു പേടിയുള്ള മനസ്സിൽ നമുക്ക് ആ ഒരു പിക്ചർ അവിടെ ചെയ്യുമ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ഥലത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ എന്താണ് നമുക്ക് തോന്നും. അതാണ് പ്ലേസ് ഫിയർ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളില് പോകുന്ന സമയത്ത് നിങ്ങൾ ഇല്ല വെറുതെ ഉണ്ടാക്കി എടുക്കണ്ട, നമുക്ക് മനസ്സിലാവും. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ പേടിയാവും. അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ പിന്നീട് അവിടെ പോകാനോ നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ ചില ഒബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? ഒബ്ജക്ട്സ് ചില വസ്തുക്കളെ പേടിയുള്ള കുട്ടികളുണ്ട്, അല്ലെ? ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉദാഹരണം പറഞ്ഞാൽ, ആൾക്ക് നമ്മുടെ കൂണ് കണ്ടിട്ടില്ലേ നിങ്ങള്? പാൽക്കൂട്, വെള്ള കളറിലെ കൂണ് കണ്ടിട്ടുണ്ടോ? കൂൺ ആൾക്ക് അതിങ്ങനെ നമ്മളുടെ മതിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങള് പണ്ട് ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, 2ലോ 3ലോ ആ ഒരു സമയം, 5ാം ക്ലാസ് വരെയുള്ള ഒരു ടൈം വരെ, ആ ഒരു ടൈമിൽ ആൾക്ക് കൂണ് കണ്ട അപ്പൊ പേടിയാണ്. എന്താന്ന് നമുക്കറിയില്ല. രശ്മി ഇതേ കൂണെന്ന് പറഞ്ഞ ആൾ അപ്പൊ ഓടും. പിന്നെ നമ്മള് കുട്ടിക്കാലത്ത് എന്താണ് അതൊക്കെ പൊട്ടിച്ച് അവളെ മേത്തിടുമ്പോ ആള് കിടന്ന് വിറയ്ക്കും. എന്താണെന്നറിയില്ല, കുട്ടിക്ക് അത് കാണുന്നത് പേടിയാണ്. അപ്പൊ നമ്മളുടെ മതിലിലേക്ക് അതിങ്ങനെ പറ്റിപ്പിടിച്ച് വളരുമ്പോ അവൾ ആ ഭാഗത്ത് കൂടി പോകില്ല. എന്താണെന്നറിയില്ല, കുഞ്ഞിന്റെ ഭാഗം ഭയങ്കര പേടിയാണ്. അങ്ങനെ ചില പ്രത്യേക സാധനങ്ങളോട് ചില കുട്ടികൾക്ക് ചിലപ്പോ നമ്മൾ കുഞ്ഞുങ്ങൾ കരയുന്ന കണ്ടിട്ടില്ല. ചിലപ്പോ ഒരു ഫാൻ ആയിരിക്കും കറങ്ങുന്നത്, ചിലപ്പോ ആ ഫാനിനെ നോക്കി വെറുതെ കരയും, അതിന് പേടിയാണ് ഒബ്ജക്ട്സ് കാണുമ്പോൾ. അതുപോലെ തന്നെ അവരെന്നും ചിലപ്പോ ചില പാവകൾ കാണുമ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് അങ്ങ് കരയും. അതിന്റെ ചിലപ്പോ അത് ഭയങ്കര ക്യൂട്ടായിരിക്കും, പക്ഷെ കുഞ്ഞെന്താണോ അറിയില്ല, കുഞ്ഞിനത് നോക്കി കഴിഞ്ഞാൽ കരച്ചിൽ വരും, കുഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ ഒരു കോമൺ ഫിയർ കാറ്റഗറിയാണ്. അപ്പൊ അത് ഒരു ഇമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ആ ഒരു പേടി എന്നൊരു വികാരം, കോമൺ ആയിട്ടുള്ള ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണലി വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് കോമൺ ഫിയേഴ്സിലൂടെ പറയുന്നത്? ടുവാർഡ്സ് ലൗഡ് നോയ്സസ്, darkness, animals, strange persons and place and objects. ഇത്തരം കാര്യങ്ങള് കുട്ടികളുടെ കോമൺ ആയിട്ടുള്ള ഫിയേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. Children cry at one moment and the next moment they become happy. കുട്ടികൾ എങ്ങനെയാണ്? Children cry at one moment and the next moment they become happy. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സസില് ഞാൻ ഈ ക്ലാസ് ഫെസിലിറ്റേറ്റർ എന്നാണ്. എനിക്ക് ജസ്റ്റ് കുറച്ച് പോയിന്റ്സുകളെ നിങ്ങളോട് പറയാൻ പാടുള്ളൂ. നിങ്ങൾ അവിടെ നിന്നും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ, കുറച്ചുകൂടി സംസാരിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളാണ് അത് പറഞ്ഞു തരേണ്ടത്. കുറെ കാര്യങ്ങൾ നിങ്ങളാണ് സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് ഓരോ ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. പതിയെ പതിയെ ഓരോരുത്തർ പോവുകയും ചെയ്യുന്നുണ്ട്, ക്ലാസ് കയറുന്നില്ല, സംസാരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് ഒരു മീനിങ് ജസ്റ്റ് പറയുന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും അറിയാവുന്നത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നമ്മളിപ്പോ ഡ്യൂട്ടി ചെയ്യാതെ ക്ലാസ് എടുക്കുന്ന എന്തിനാ? മോണ്ടിസോറി നിങ്ങളുടെ റെസ്പോൺസസ് ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുന്നതിനനുസരിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. 2-3 ക്ലാസ്സിലെ ഞാൻ ശ്രദ്ധിക്കണം. ആദ്യ ക്ലാസ്സിൽ നിങ്ങൾ നല്ല ആക്റ്റീവ് ആയിരുന്നു,
നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ പതിയെ പതിയെ ഒരു മൗനം പാലിച്ചു തുടങ്ങിയിരിക്കും. ആ പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്. ഓക്കെ. അതിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അല്ല മിസ്. ആ. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് മിസ്സേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. 55 മോണ്ടിസോറിയുടെ 5 ക്ലാസ് ഉണ്ട്. 5, 6, 7, 8, 9 ക്ലാസ്സിൽ എടുക്കുന്നത്. അതൊക്കെ സൈക്കോളജി ആണ് എടുക്കുന്നത്. അപ്പൊ 6 എന്ന് പറഞ്ഞ ക്ലാസ്സും 5, 6, MT6, MT5, MT8 അവരുടെ ക്ലാസ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ പറഞ്ഞുതരാം. നമ്മളിപ്പോ പോയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അവർക്ക് പറയാൻ അവരിങ്ങനെ പറയും. അവരവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അവർ സംസാരിക്കും. മലയാളത്തിൽ തന്നെ. ഇംഗ്ലീഷിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു ഗ്യാങ്ങൊന്നല്ല, പക്ഷെ അവരവർക്ക് ഓരോരുത്തരുടെ പോയിന്റ്സ് അവരോട് വ്യക്തമായിട്ട് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ വേണം മോണ്ടിസോറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ നോർമലി ലെക്ചർ ക്ലാസ്സസ് പോലെയല്ല നിങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളതോ ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആ കുട്ടികൾ അങ്ങനെയാണ്. അവരോട് ആദ്യം ഞാനിത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നീട് അവർ തുടർന്ന് അങ്ങനെ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കും ബോറടിക്കും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. The children cry at one moment and the next moment they become happy. നിങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു നേരത്തെ അവരെ പ്രധാന സവിശേഷത എന്താണ്? ഇത്രയും പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ? എന്താണ് ഒരു മൊമെന്റിൽ അവർ ഭയങ്കരമായിട്ട് കരയാണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് അവരെന്താണ് ഇത്രയും പെട്ടെന്ന് ഹാപ്പി ആവും. അതായത് ഇത്രയും പെട്ടെന്ന് ഇമോഷൻസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. The emotions are transient and intense. Yes, the emotions are transient and intense. Transient എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഇമോഷൻസിനൊന്നും ട്രാൻസ്ഫർ ക്ഷണിക്കാന്ന് പറയുന്നത് അവരെല്ലാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. എന്ത് വന്നാലും ഇപ്പൊ കരച്ചിൽ വന്നാലും അവർ കാര്യം, ദേഷ്യം വന്നാലും ദേഷ്യപ്പെടും, ഹാപ്പിനെസ് വന്നാലും ഭയങ്കര സന്തോഷിക്കും. അപ്പൊ അത് ഏറ്റവും ഇന്റൻസ് ആയിട്ടാണ് അവർ കാണിക്കും അല്ലെ? ദേഷ്യം എന്ന അമിതമായിട്ട്, ഹാപ്പിനെസ് എന്ന അമിതമായിട്ട്, വിഷമം വന്നാൽ എന്താണ് അതേപോലെ തന്നെ അവര് കാണിക്കും. അതായത് മൊത്തത്തിൽ ഒരു എക്സ്പ്രസീവ് ആയിട്ടായിരിക്കും. ഫുള്ളി ബോഡി ലാംഗ്വേജിലായിരിക്കും അവരുടെ ഇമോഷൻസ് കുട്ടികൾ കാണിക്കും. It is voluntary too. Children vary in their emotions. This variation depends on the state of their physical health and social emotional environment at home. അപ്പൊ കുട്ടികളിൽ കാണിക്കുന്ന വേരിയേഷൻസ്, അതായത് എന്താണ് അവരുടെ ഇമോഷൻസിൽ കാണിക്കുന്ന വേരിയേഷൻസ്, വൈകാരിക പ്രവണതയിൽ കുട്ടികൾ കാണിക്കുന്ന വേരിയേഷൻസ് എന്താണ് അവർക്ക് ഫിസിക്കൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ഹെൽത്തിനെയാണ് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് this variation depends on the state of their physical health and the social emotional environment at home. കുട്ടികളുടെ ഉണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ അവരുടെ സാമൂഹ്യമായിട്ടും വൈകാരികമായിട്ടുള്ള വികസനത്തിന് കൂടുതൽ എന്താണ് കൂടുതൽ സപ്പോർട്ട് കൂടുതൽ അങ്ങനെ ഈ ഇമോഷൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് കുഞ്ഞിന് എന്തുണ്ടാകുന്നത്
അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവന്റെ ഫിസിക്കൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇമോഷൻസിൽ ഉണ്ടാവുന്ന വേരിയസ് ആയിട്ടുള്ള ചേഞ്ചസുകളാണ് അല്ലെ. ഒരു ഇമോഷൻസ് അവർക്ക് ഒരേപോലെ തുടരുന്നില്ല, എല്ലാവരും എങ്ങനെയാണ് മാറി മാറിയാണ് കുഞ്ഞുങ്ങളിലെ കാണിക്കുന്നത്. അത് ഒരിക്കലും സ്റ്റേബിൾ അല്ല, ടെമ്പററി ആണ് അല്ലെ. ഇമോഷൻസ് അവർക്ക് ടെമ്പററി ഫീലിങ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കി വെക്കണം കേട്ടോ. 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കാം. ഇനി ഇതും കൂടെ ജസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എന്തൊക്കെ ഫാക്ടറുകളാണ് വൈകാരിക ഡെവലപ്മെന്റിനെ, വൈകാരിക വികസനത്തിനെ സ്വാധീനിക്കുന്നത്? ഒരു കുഞ്ഞിന്റെ വൈകാരിക വികസനത്തിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, intelligence, family, social atmosphere, peer group, community and neighborhood. 4, 5, 6 ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഇമോഷൻസിനെ അല്ലെ വൈകാരിക വികസനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ആരോഗ്യവും ശാരീരികവുമായിട്ടുള്ള ഒരു വികസനം. There is a positive relation between health and emotional development. അതുപോലെ തന്നെ എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് തമ്മിൽ എന്താണ് ഒരു പോസിറ്റീവ് റിലേഷൻ ആണുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ. ശാരീരികമായിട്ടുള്ള ഒരു ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ അല്ലെ നമ്മൾ മെന്റലി സ്ട്രോങ് ആണെന്ന് പറയുള്ളൂ അല്ലെ. നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ കൂടി, ഒരു കുഞ്ഞിന്റെ ഫിസിക്കൽ കണ്ടീഷൻ കൂടി ഓക്കെ ആണെങ്കിൽ മാത്രമേ അവന് മെന്റലിയും അവൻ എന്താണ് ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അവന് സാധിക്കും. The children weak in physical structure or suffering from illness are more emotionally upset and unstable than children who are healthy. ഇനി കുട്ടികള് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ള സമയത്ത് അല്ലെങ്കിൽ ഇൽനെസ് അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ള സമയത്ത് കുട്ടികൾ എങ്ങനെയായിരിക്കും? ഒരു ഫിസിക്കൽ സ്ട്രക്ചറിന് എന്തെങ്കിലും മോശമുള്ള സമയത്ത് കുട്ടികൾ എങ്ങനെയായിരിക്കും? അപ്സെറ്റ് ആയിരിക്കും. പറഞ്ഞോളൂ, നിങ്ങളുടെ കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. വാശിയുണ്ടായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും അല്ലെ. അമ്മമാരല്ലേ നിങ്ങൾ പറയൂ. ടയേർഡ് ആയിരിക്കും, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആവും. ഞാൻ പിന്നെ അമ്മമാരെ വിട്ടിട്ട് മാറത്തില്ല. അപ്പൊ എന്താണ് ആ ഒരു ഇല്ലസ് ആയിരിക്കുന്ന സമയത്ത്, അസുഖമുള്ള സമയത്ത് കുട്ടിക്ക് മെന്റൽ ഇമോഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്സെറ്റ് ആയിരിക്കും, ഡൗൺ ആയിട്ടായിരിക്കും കുഞ്ഞ് പെരുമാറുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെ. അവരുടെ ശാരീരികാവസ്ഥയില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇമോഷൻസ് വളരെയധികം ബാഡ് ആയിരിക്കും അല്ലെ. ഭയങ്കര സാഡ്നെസ് ആയിരിക്കും കുഞ്ഞിനുണ്ടായിരിക്കുക. അപ്പോ ഇമോഷൻ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന ഒരു ഭാഗം. ഓക്കെ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ, ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് നല്ല ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഇന്റലിജൻസ്. ഇതെന്താണ്? ഇമോഷൻ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇന്റലിജൻസ് അല്ലെ, ബുദ്ധി. Intelligence studies have proved that there is less emotional control among low intelligent children compared to high intelligent groups. ഇതാണ് ഇവിടെ പറയുന്നത്. പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ലെസ് ഇമോഷൻ, അതായത് ലോ ഇന്റലിജന്റ്, അതായത് ലോ ഇന്റലിജന്റ് വെച്ചാൽ ബുദ്ധി കുറവുള്ള കുട്ടികളിലെ ഇമോഷൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. ലോ ഇന്റലിജന്റ് ഉള്ള കുട്ടികളിൽ എന്താണ് അവരെ കമ്പയർ ചെയ്ത് ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അവർക്ക് ഇമോഷൻസ് കുറവാണ്. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് എന്തുള്ളത്? ഇമോഷൻസ് കൂടുതലായിട്ട്, വികാരങ്ങള് തീവ്രമായിട്ട് നോക്കുക. An intelligent person with his reasoning and thinking powers exercise control as per the situation and makes proper use of his emotions.
ഇനി ഒരു ഇന്റലിജന്റ് ആയിട്ടൊരു പേഴ്സൺ, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അവനെ എന്താണ് കാര്യക്ഷമമായി ചിന്തിക്കുവാനും അതിനെ കൃത്യതയോടെ ആ പ്രശ്നം പരിഹരിക്കാനൊക്കെ ഉള്ള ഒരു ഇന്റലിജൻസ് ആ കുഞ്ഞിന് ഉണ്ടായിരിക്കും. കൃത്യമായ ഒരു കാര്യം നോക്കിക്കാണും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവും കപ്പാസിറ്റീസും പവേഴ്സും ഒക്കെ ആർക്കുണ്ടായിരിക്കും? ഇന്റലിജന്റ് പേഴ്സൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കും. ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എന്താണ് അത് ഹാൻഡിൽ ചെയ്യാൻ ഇമോഷൻസ് ഇപ്പോൾ വളരെ ഇമോഷൻ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ഹൈലി ഇന്റലിജന്റ് ആയിട്ടൊരു കുട്ടിയാണെങ്കിൽ എന്താണ് അവർ ആ ഇമോഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നമ്മളുടെ ബുദ്ധി നമ്മളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു വികാരങ്ങളെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ പതറി വീണ് പോകും, അല്ലെ അവർക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും. പക്ഷെ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ളവരാണെങ്കിലോ ഒരുപാട് ഹൈലി എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ മീഡിയത്തിൽ നിൽക്കുന്നവർക്ക് എന്താണ് കുറച്ച് കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. എങ്കിലും ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ? ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറും കപ്പാസിറ്റി ഉള്ളതെന്നാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫാക്ടർ ആണ് ഫാമിലി. ഒരു കുട്ടിയുടെ വികാരത്തെ അല്ലെങ്കിൽ കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഒരു ഫാമിലി സഹായിക്കുന്നത്, എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പറയൂ. ഹാപ്പി ആയിട്ടിരിക്കണ ഫാമിലിയില് കുട്ടികള് കൂടുതൽ എനർജറ്റിക്കും ഹാപ്പിയൊക്കെ ആയിരിക്കും. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്നത് ഫസ്റ്റ് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയായിരിക്കും. അത് അവരുടെ ഇമോഷണൽ ഒരുപാട് ബാധിക്കും. പിന്നെ നെഗറ്റീവ് ഒക്കെ കണ്ട് വളരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓരോ വളർച്ചയിലും കുട്ടി നെഗറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും, പോസിറ്റീവായിട്ടൊന്നും എടുക്കില്ല. ഓക്കെ, children copy the emotional behavior of parents and elder members of the family. കുട്ടികൾ ആരെ കണ്ടാണ് വളരുന്നത്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ബിഹേവിയറിൽ നിന്ന്. നമ്മളുടെ കുട്ടികള് നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മളിൽ നിന്നുള്ള ബിഹേവിയേഴ്സ് ആണ് അവര് ഒബ്സർവ് ചെയ്തത്, അബ്സോർവ് ചെയ്യും. അവര് കുട്ടികൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് കുട്ടികള് കാണുന്നത്. അത് അവരുടെ ബിഹേവിയറിലേക്ക് അത് ചേർത്ത് വെക്കും. അച്ഛനെ കണ്ടോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവൻ മുത്തശ്ശിനെ പോലെയാണ്, മുത്തശ്ശൻ ചെയ്യുന്നത് പോലെയാണ് അവൻ ചെയ്യുന്നത്, ഈ മുത്തശ്ശി കാണിക്കുന്നത് പോലെയാണ് അവൾ കാണിക്കുന്നത് പറയാറില്ലേ. അതുകൊണ്ടാണ് കുട്ടികള് അവരെ ഒബ്സർവ് ചെയ്യുന്നവര് അവരുടെ ബിഹേവിയറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ അബ്സോർവ് ചെയ്യും. അതാണ് കുഞ്ഞുങ്ങള് അവരുടെ ബിഹേവിയറിൽ അത് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, അവരുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ, അത് എന്തുകൊണ്ടാണ്? അവരത് കോപ്പി ചെയ്തിട്ടാണ്. കുട്ടികളത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളറിയാതെ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും. നമ്മ പറയും നമ്മൾ കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ, പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ അവരാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അവര് നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് നോക്കിക്കാണുന്നുണ്ട്. നമ്മളറിയാത്ത പല കാര്യങ്ങളും അവര് ചിലപ്പോൾ കണ്ടുപിടിക്കും, അവര് നോക്കി കാണുന്നുണ്ട്. അപ്പൊ കുട്ടികൾ വളരെയധികം നമ്മളുടെ ബിഹേവിയർ നോക്കി കാണുന്നവരാണ്. If a good atmosphere exists at home, children develop positive emotions. ഒരു വീട്ടില് നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണുള്ളെങ്കിൽ എന്താണ് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് വളരെ ഹാപ്പി ആണെങ്കിൽ എന്താണ് കുഞ്ഞും പാരന്റ്സും ഒക്കെ ഹാപ്പി ആയിരിക്കും. While family relationships with conflicts and tensions lead to negative emotions. ഇനി ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് തർക്കങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് കുഞ്ഞിന് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. The size of the family, socio-economic status of the family, an ordinary position of the child, parental attitude, etc. ഇനി ഇത് മാത്രമല്ല, ആ ഒരു സൈസ് ഓഫ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാവാം, ജോയിന്റ് ഫാമിലി ഉണ്ടാവില്ല, അല്ലെ. ഫാമിലി മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്താണ് കുട്ടികൾക്ക് പലതരം ഇമോഷൻസ് കിട്ടും, പല കുട്ടികൾക്ക് കാണാൻ സാധിക്കും ജോയിന്റ് ഫാമിലി തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ
അതിൽ നിന്നൊക്കെ കുട്ടികൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. Then അതുപോലെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി ഫാമിലി. ഇപ്പൊ നല്ലൊരു ഇക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിൽ എന്താണ് കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പയർ ചെയ്യുന്നതല്ല. കുട്ടികൾ എന്താണ് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള കുട്ടികളാണ്. അത് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അവർക്ക് വേറെ പ്രൊഫഷനുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. Then ഓർഡിനറി പൊസിഷൻ ഓഫ് ദി ചൈൽഡ്. കുടുംബത്തിൽ അവരുടെ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും അല്ലെ. കുഞ്ഞിന് അവരെ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ നല്ലൊരു പൊസിഷനിലായിരിക്കും കുഞ്ഞ് വരുന്നത്. ഡിപ്പെൻഡ് ഓൺ അവരുടെ ഫാമിലി കണ്ടീഷൻ അനുസരിച്ച് പാരന്റൽ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോട് പാരന്റ്സിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ, അതൊക്കെ കുഞ്ഞിന്റെ വൈകാരികമായിട്ടുള്ള വികസനത്തിന് സ്വാധീനിക്കുന്ന പ്രധാന ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ വൈകാരിക വികസനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഫാമിലി തന്നെയാണ് പിന്നെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എസ്പെഷ്യലി എന്താണ് ഫാമിലിയാണ്, കുടുംബമാണ് ഒരു കുട്ടിയുടെ വൈകാരിക പ്രകടനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അവിടെ വരെ ഇരിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ബാക്കിയുള്ളത് നോക്കിയിട്ട് വരണം. ഒന്ന് വായിച്ചിട്ട് വരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ സംസാരിക്കാലോ. സോഷ്യൽ അറ്റ്മോസ്ഫിയറും പിയർ ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ റോൾ ഓഫ് ദി ടീച്ചറും നോക്കണം. Okay, yes, miss. താങ്ക് യു. ലീവ് ചെയ്തോളൂ. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss.